ഇന്ത്യയുടെ എംബ്ലമുള്ള ചുവന്ന നമ്പർ പ്ലേറ്റുകൾ ഇന്ത്യൻ രാഷ്ട്രപതി, ഇന്ത്യൻ ഉപരാഷ്ട്രപതി, സംസ്ഥാനങ്ങളുടെ ഗവർണർമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ, മറ്റ് ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവരുടെ ഔദ്യോഗിക വാഹനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഈ നമ്പർ പ്ലേറ്റുകളിൽ ചുവന്ന പശ്ചാത്തലത്തിൽ വെളുത്ത അക്ഷരങ്ങളും അക്കങ്ങളും കാണാം. മധ്യഭാഗത്ത് ഇന്ത്യയുടെ ചിഹ്നവും ഉണ്ടാകും. ഇത് യാത്ര ചെയ്യുന്നവരുടെ ഉയർന്ന പദവിയും പ്രാധാന്യവുമാണ് സൂചിപ്പിക്കുന്നത്. മുകളിലേക്ക് ചൂണ്ടുന്ന രീതിയിലുള്ള അമ്പുകളുള്ള നമ്പർ പ്ലേറ്റുകളാണ് ഇന്ത്യയിലെ സൈനിക വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഈ നമ്പർ പ്ലേറ്റുകൾ മഞ്ഞ പശ്ചാത്തലത്തിൽ കറുത്ത അക്ഷരങ്ങളും അക്കങ്ങളുമായിരിക്കും. നമ്പർ പ്ലേറ്റിന്റെ ആദ്യ ഭാഗത്ത് മുകളിലേക്ക് ചൂണ്ടുന്ന രീതിയിലുള്ള അമ്പടയാളവും ഉണ്ടാകും. നീല നമ്പർ പ്ലേറ്റുകൾ വിദേശ ദൗത്യങ്ങളുടെയും ഇന്ത്യയിലെ എംബസികളുടെയും വാഹനങ്ങൾക്കാണ് നൽകുന്നത്. ഈ നമ്പർ പ്ലേറ്റുകളിൽ വെള്ള അക്ഷരങ്ങളും അക്കങ്ങളും നീല പശ്ചാത്തലത്തിൽ കാണാം. നമ്പർ പ്ലേറ്റിൽ CC എന്നത് കോൺസുലർ കോർപ്സിനെയും, UN എന്നത് യുണൈറ്റഡ് നേഷനെയും, DC എന്നത് ഡിപ്ലോമാറ്റ് കോർപ്സിനെയുമാണ് സൂചിപ്പിക്കുന്നത്. മഞ്ഞ ബാക്ക്ഗ്രൗണ്ടിൽ ചുവന്ന അക്കമുള്ള നമ്പർ പ്ലേറ്റുകൾ പുതിയ വാഹനങ്ങൾക്കാണ് നൽകാറ്. താൽക്കാലിക രജിസ്ട്രേഷൻ നമ്പറുകളാണിത്. ഈ വാഹന രജിസ്ട്രേഷൻ പ്ലേറ്റ് ചുവന്ന നിറത്തിൽ താൽക്കാലിക രജിസ്ട്രേഷൻ നമ്പർ പ്രദർശിപ്പിക്കുന്നു. ഇത് 30 ദിവസത്തേക്ക് ഉപയോഗിക്കാൻ കഴിയും. എന്നിരുന്നാലും കൂടുതൽ സമയത്തേക്ക് ഇത്തരത്തിലുള്ള വാഹന നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യാൻ ചില സംസ്ഥാനങ്ങൾ അനുവദിക്കാറില്ല. ടെസ്റ്റ് ഡ്രൈവിന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് ചുവപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ വെള്ള അക്ഷരങ്ങൾ എന്ന രീതിയിലാണ് നമ്പർ പ്ലേറ്റുകൾ ഉണ്ടാവുക. ഇതേ രീതിയിൽ തന്നെയാണ് ഒരു ഷോറൂമിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറ്റുന്ന വാഹനങ്ങൾക്കും നൽകാറ്. പച്ച നമ്പർ പ്ലേറ്റ് ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹനങ്ങൾക്കാണ് നൽകാറ്. ഈ നമ്പർ പ്ലേറ്റുകളിൽ പച്ച പശ്ചാത്തലത്തിൽ വെള്ള അക്ഷരങ്ങളും അക്കങ്ങളും കാണാം. എന്നിരുന്നാലും വാണിജ്യ വാഹനങ്ങൾക്കും സ്വകാര്യ വാഹനങ്ങൾക്കുമിടയിൽ അക്ഷരങ്ങളുടെ നിറത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. വാണിജ്യ വാഹനങ്ങൾക്ക് മഞ്ഞ അക്ഷരമുള്ള പച്ച നമ്പർ പ്ലേറ്റ് ലഭിക്കുമ്പോൾ സ്വകാര്യ വാഹനങ്ങൾക്ക് വെള്ള അക്ഷരങ്ങളുള്ള പച്ച നമ്പർ പ്ലേറ്റ് ആണ് ലഭിക്കുക. കറുത്ത നമ്പർ പ്ലേറ്റ് ഇന്ത്യയിൽ വാടകയ്ക്ക് നൽകുന്ന വാഹനങ്ങൾക്കാണ് നൽകുന്നത്. കറുപ്പ് പശ്ചാത്തലത്തിൽ മഞ്ഞ അക്ഷരങ്ങളും അക്കങ്ങളുമാണ് ഈ നമ്പർ പ്ലേറ്റുകളിൽ ഉണ്ടാവുക. വാണിജ്യ വാഹനങ്ങളായിട്ടാണ് ഇവ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും ഈ വാഹനം ഓടിക്കാൻ ഡ്രൈവർക്ക് വാണിജ്യ ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമില്ല. യെല്ലോ നമ്പർ പ്ലേറ്റുകൾ ടാക്സികൾ, റിക്ഷകൾ, ബസ്സുകൾ എന്നിങ്ങനെയുള്ള ഇന്ത്യയിലെ ഗതാഗത വാഹനങ്ങൾക്കാണ് നൽകാറ്. ഈ നമ്പർ പ്ലേറ്റുകളിൽ മഞ്ഞ പശ്ചാത്തലത്തിൽ കറുത്ത അക്ഷരങ്ങളും അക്കങ്ങളും കാണാം. വെളുത്ത നമ്പർ പ്ലേറ്റ് വ്യക്തിഗത വാഹനങ്ങൾക്കാണ് നൽകാറ്. ഈ നമ്പർ പ്ലേറ്റ് ആണ് ഇന്ത്യയിൽ ഏറ്റവും സാധാരണമായി കാണുന്ന നമ്പർ പ്ലേറ്റ്. ഇത്തരത്തിലുള്ള നമ്പർ പ്ലേറ്റിൽ വെള്ള പശ്ചാത്തലത്തിൽ കറുത്ത അക്കങ്ങളും അക്ഷരങ്ങളും കാണാം. BH നമ്പർ പ്ലേറ്റ് എന്നത് ഭാരത് സീരീസ് രജിസ്ട്രേഷൻ നമ്പറിനെ സൂചിപ്പിക്കുന്നു. ഈ നമ്പർ പ്ലേറ്റ് മുഖേന വാഹന ഉടമകൾക്ക് പുതിയ സംസ്ഥാനത്ത് വാഹനം വീണ്ടും രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നേരിടാതെ പുതിയ സംസ്ഥാനത്തേക്ക് മാറാനാകും. എന്നാൽ നിലവിൽ ഈ സംവിധാനം എല്ലാവർക്കും ലഭ്യമല്ല. ഇന്ത്യയിലെ എല്ലാ വാഹനങ്ങൾക്കും HSRP നമ്പർ പ്ലേറ്റുകൾ നിർബന്ധമാണ്. ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റുകൾ വാഹന തിരിച്ചറിയലുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായും വിപുലമായ സുരക്ഷാ ഫീച്ചറുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ലൈസൻസ് ഉള്ള പ്ലേറ്റുകളാണിവ. HSRP പ്ലേറ്റ് അലൂമിനിയം മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. IND എന്ന ഇന്ത്യയുടെ അന്താരാഷ്ട്ര കോഡും ഒരു അശോക ചക്ര ഹോളോഗ്രാമും കൂടാതെ ഒരു യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പറും ഉണ്ടാകും. ഈ സുരക്ഷാ സവിശേഷതകൾ ഈ നമ്പർ പ്ലേറ്റ് വ്യാജമായി ഉപയോഗിക്കുന്നത് തടയാൻ സഹായിക്കും.